ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അപ്പം ഞാൻ ആദ്യത്തെ വീഡിയോയിൽ നിന്നും ഈ വീഡിയോയിലേക്ക് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഗ്യാപ്പ് വന്നു. വേറൊന്നും കൊണ്ടല്ല, ഞാൻ ആദ്യം തന്നെ നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ്. ഞാൻ ഇറാസ്മസ് പ്രോഗ്രാമിനായിട്ട് പോളണ്ടിലേക്ക് വന്നതാണ്, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ കുറച്ച് തിരക്കുകളും കാര്യങ്ങളുമായിരുന്നു. ക്ലാസ്സുകളുണ്ടായിരുന്നു, അതുപോലെ തന്നെ വർക്ക് ഉണ്ടായിരുന്നു, പിന്നെ ഡെയിലി കോഴ്സ് ആക്ടിവിറ്റീസ് എല്ലാം ആയത് കാരണം കുറച്ച് തിരക്കായിപ്പോയി. അതുകൊണ്ടാണ് ഈ ഒരു ലാഗ് വന്നത്. അപ്പം എല്ലാവരും എന്നോട് ക്ഷമിക്കണം. അപ്പം ഈ ഒരു വീഡിയോയിൽ മെയിൻലി ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ ചെക്ക് റിപ്പബ്ലിക്കിൽ യൂണിവേഴ്സിറ്റിയിലേക്ക് വരാനുണ്ടായിരുന്ന എക്സ്പെൻസുകളും കാര്യങ്ങളെ പറ്റിയിട്ടാണ്. അപ്പം ഓവറോൾ ഉള്ളൊരു സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഇതുവരെ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ വേഗം പോയിട്ട് ആ വീഡിയോ കണ്ടിട്ട് വരിക. ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വീഡിയോൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. അപ്പം അത് കണ്ടിട്ട് ഇങ്ങോട്ട് വരാം. ഓക്കെ, അപ്പം ഞാൻ ബോറടിപ്പിക്കുന്നില്ല, വേഗം വീഡിയോയിലേക്ക് പോകാം. അപ്പം ഈ വീഡിയോയിൽ ഞാൻ മെയിൻലി പറയാൻ പോകുന്നത് എൻ്റെ എക്സ്പെൻസുകളും കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞല്ലോ, അപ്പം ഞാൻ എടുത്ത യൂണിവേഴ്സിറ്റി സിലേഷ്യൻ യൂണിവേഴ്സിറ്റിയാണ് എടുത്തിരിക്കുന്നത്. അപ്പം എവിടെയെന്ന് വെച്ചാൽ നമുക്ക് ആദ്യം ആപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്യണം, ഓൺലൈനിൽ ആപ്ലിക്കേഷൻ വേണം. അത് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് എൻട്രൻസ് എക്സാമാണ്. ഞാൻ പറഞ്ഞല്ലോ, എൻട്രൻസ് എക്സാമിന് നമുക്ക് ഇതുവരെ നമുക്ക് പൈസയോ കാര്യങ്ങളോ ഒന്നും കൊടുക്കണ്ട. അപ്പം എൻട്രൻസ് എക്സാമിനെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഒരു 29 to 30 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പം ഈ ഒരു 30 ക്വസ്റ്റ്യൻസിൻ്റെ അകത്ത് മാനേജ്മെൻറ്റ് ക്വസ്റ്റ്യൻസ്, എക്കണോമിക്സ് ക്വസ്റ്റ്യൻസ്, ഇംഗ്ലീഷ്, മാത്സ്, അപ്പം ഇത്രയും സബ്ജക്ട്സിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക. അപ്പം ടൈമിംഗ് ഉണ്ട്. അപ്പം ഇന്ന ടൈമിനുള്ളിൽ തന്നെ ഈ ഒരു ഇത്രയും ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്ത് തീർക്കണം. അപ്പം ആ ഒരു ടൈം കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പം അതിൽ നിങ്ങൾ പാസ്സായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെയിൽ വരും ദാറ്റ് യു ഗോട്ട് സെലക്റ്റഡ്, ലൈക്ക് യു ഹാവ് ടു സീ ദ നെക്സ്റ്റ് സ്റ്റെപ്പ്. അപ്പം ആ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂ ആയിരിക്കും വിത്ത് ദ പ്രൊഫസേഴ്സ് ഇൻ ദ യൂണിവേഴ്സിറ്റി. അപ്പം അതിനുള്ള ഡേറ്റും കാര്യങ്ങളൊക്കെ ടൈമിങ്ങൊക്കെ അവർ തരും. അപ്പം ആ ഒരു എന്താ പറയുക, ആ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് നമുക്ക് ടൈം തരുമല്ലോ, ഞാൻ പറഞ്ഞല്ലോ. അപ്പം അതുപോലെ ഒരു സൂം മീറ്റിംഗ് ആയിരിക്കും. അപ്പോൾ ആ സൂം മീറ്റിങ്ങിൽ നിങ്ങൾ ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനകത്തുനിന്ന് നമ്മൾ ഈ ഒരു പറഞ്ഞ പോർഷൻസിൽ നിന്നൊക്കെ അവർ ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പം ഇറ്റ് വോണ്ട് ബി ദാറ്റ് ടഫ്. ആക്ച്വലി അവർ നല്ല ഫ്രണ്ട്ലിയാണ്. നമ്മൾ ഒരു പേടിക്കേണ്ട ഒരു കാര്യമില്ല. അപ്പം വളരെ കൂളായിട്ട് തന്നെ അത് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ സുഖമായിട്ട് പാസ്സാവുന്നതേ ഉള്ളൂ. അപ്പം ആ ഒരു കടമ്പയും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് അവർ ഓഫർ ലെറ്റർ ഓൺലൈൻ, ലൈക്ക് കൺഗ്രാജുലേഷൻസ് യു ഗോട്ട് സെലക്റ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓഫർ ലെറ്റർ വരും. അപ്പം അത് വന്നു കഴിഞ്ഞാൽ തന്നെ ഇനി അത് ഒന്നും ആയിട്ടില്ല കേട്ടോ, ജസ്റ്റ് ഒരു ഭാഗമേ ആയിട്ടുള്ളൂ, ഇനിയും കിടക്കുന്നു കുറേ. അപ്പം അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് നോസ്ട്രിഫിക്കേഷൻ ചെയ്യാനുള്ളതാണ്. അപ്പം നോസ്ട്രിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ സർട്ടിഫിക്കറ്റ്സ്, ഡിഗ്രി സർട്ടിഫിക്കറ്റ്സ് കാര്യങ്ങൾ നമ്മൾ അപ്പോസ്റ്റൽ ചെയ്യണം. അതായത് ഇത് കണ്ടോ, ഈ പുറയിൽ കണ്ടില്ലേ ഈ ഒരു സംഭവം, ഇത് ചെയ്യണം. ഇത് ചെയ്യാനായിട്ട് ഞാനിത് ഡൽഹിയിലാണ് അയച്ചത്. ഡൽഹിയിൽ അയച്ചു. ഇത് എൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് അപ്പോസ്റ്റൽ ചെയ്ത് എനിക്ക് വന്നു. അപ്പം ഇത് ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് വേറൊരു കൺട്രിയിൽ വാലിഡ് ആവുള്ളൂ നമ്മളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ്. അപ്പം അത് ചെയ്തു. അതിനുശേഷം നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് നമ്മളുടെ പി സി സിയും ബാങ്ക് സർട്ടിഫിക്കറ്റുമാണ് വേണ്ടത്. അപ്പം ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് അപ്പം PCC എന്ന് പറയുന്നത് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്. അപ്പം അതെന്ന് പറഞ്ഞാൽ നമ്മളുടെ പേരിൽ യാതൊരു തര കേസോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്ന് പ്രൂവ് ചെയ്യുന്ന ഒരു സർട്ടിഫിക്കറ്റാണ്. അത് നമ്മളുടെ അക്ഷയ സെൻറ്ററിൽ പോയിട്ട് അപ്ലൈ ചെയ്താൽ വിതിൻ 1 വീക്ക് നമുക്ക് PCC, 1 to 2 വീക്സ് നമുക്ക് PCC കയ്യിൽ കിട്ടും. അതിനുശേഷം ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കണം. അതായത് നമ്മളുടെ അക്കൗണ്ടിൽ എന്താ പറയുക, എൻ്റെ ഫീസ് എന്ന് പറയുന്നത് 5 lakh ആണ് ഫോർ മാസ്റ്റേഴ്സ്. അതായത് 2.5 ലക്ഷം ആദ്യത്തെ ഇയറിലും ബാക്കിയുള്ള 2.5 ലക്ഷം രണ്ടാമത്തെ ഇയറിലും അടയ്ക്കുക എന്നുള്ളത്. അപ്പം നമ്മളുടെ അക്കൗണ്ട് ഇത്രയും ഫണ്ട് ഒരു 6 to 5 lakhന് മുകളിൽ 5 to 7 lakh അതിൻ്റെ ഇടയ്ക്ക് ഇട്ടാൽ മതി. അക്കൗണ്ട് ഇട്ടിട്ട് സ്റ്റേറ്റ്മെൻറ്റ് എടുത്തിട്ട് പിന്നെ നമുക്കത് വിഡ്രോ ചെയ്യാം. അപ്പം ആ സ്റ്റേറ്റ്മെൻറ്റ് അവർക്ക് ബോധ്യമാണ് നമ്മളുടെ അക്കൗണ്ട് ഇത്രയും ഫണ്ട് ഉണ്ട് എന്നുള്ളത്, അത്രേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുന്നത്. അപ്പം ഈ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റും നമ്മൾ അക്വയർ ചെയ്തതിന് ശേഷം നമ്മളിത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചു കൊടുക്കണം. അപ്പം അതിനൊരു എക്സ്പെൻസ് ആവും. ഒരു മേ ബി ഒരു 4,000 to 5,000 ആയിരിക്കും ചാർജ് വരിക.
INR ആയിരിക്കും എക്സ്പെൻസ് വരിക. അതിനുശേഷം നമുക്ക് ഈ ഒഫീഷ്യൽ നമ്മുടെ ഓഫർ ലെറ്റർ ഉണ്ടല്ലോ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നമ്മൾ സിലക്റ്റഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഒഫീഷ്യൽ ഓഫർ ലെറ്ററും അതുപോലെ തന്നെ അക്കോമഡേഷൻ കോൺട്രാക്റ്റും നമുക്ക് പോസ്റ്റൽ വഴി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വീട്ടിലേക്ക് എത്തും. അതിനുശേഷം ഈ ഒരു 2 ഡോക്യുമെൻറ്റ്സും അതുപോലെ തന്നെ PCCയും ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും ഈ 2 നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് വന്നതിന് ശേഷം ഈ 4 ഡോക്യുമെൻറ്റ്സും നമുക്ക് വേണ്ടതാണ് നമ്മളുടെ ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട്, അതായത് എംബസി ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട്. അപ്പം ഈ 4 ഡോക്യുമെൻറ്റ്സ് നമ്മുടെ കയ്യിലായതിനു ശേഷം പിന്നെ നമുക്ക് ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഇൻ്റർവ്യൂവിന് വിസ ഡേറ്റ് എടുക്കണം എന്നുള്ളതാണ്. വിസ ഇൻ്റർവ്യൂവിന് ഡേറ്റ് എടുക്കണം. അപ്പോൾ വിസ ഡേറ്റ് എടുക്കുന്നത് കുറച്ച് ചടങ്ങാണ്. പക്ഷേ ഇപ്പോൾ നിങ്ങൾ ഏജൻസി ത്രൂ ആ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഏജൻസിക്കാർ തന്നെ നമുക്കത് അറേഞ്ച് ചെയ്ത് തരും, ഡേറ്റ് എടുത്ത് തരും. പിന്നെ അതല്ല എന്നുണ്ടെങ്കിൽ ചില കേസസിൽ നമുക്ക് യൂണിവേഴ്സിറ്റി തന്നെ നമുക്ക് ഡേറ്റ് എടുത്ത് തരാറുണ്ട് എംബസിയിൽ. അപ്പം അതെന്ന് പറഞ്ഞാൽ ഓരോ മാസവും ഒരു ദിവസം മാത്രമേ ഉള്ളൂ ഈ ഒരു ഡേറ്റ് എടുക്കാൻ പറ്റുന്നത്. അപ്പം അപ്പോയിൻമെൻറ്റ് ബുക്കിംഗ്, അതായത് സ്ലോട്ട് ബുക്കിങ്ങിനായിട്ട്, അതായത് 100 സ്ലോട്ടാണുള്ളത്. നമ്മളുടെ ഇന്ത്യയിലും ബംഗ്ലാദേശ്, ഇന്ത്യ, ശ്രീലങ്ക, അതുപോലെയുള്ള കുറച്ച് കൺട്രീസ്, അങ്ങനെ ഉള്ള കൺട്രീസിനെല്ലാം ഈ ഒരു നമ്മുടെ ന്യൂഡൽഹിയിലാണ് എംബസി വരിക. അപ്പോൾ ഇവരെല്ലാവരും ഇവിടെ തന്നെ വരണം. അപ്പം ഈ സ്റ്റുഡൻറ്റ് വിസയ്ക്കായിട്ട് 100 സ്ലോട്ടാണുള്ളത്. അപ്പോൾ ഈ 100 സ്ലോട്ടും ഫില്ലാവും, പെട്ടെന്ന് തന്നെ ഫില്ലാവും. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പം ഈ ഒരു മാസമാണ് ഇപ്പം ഡേറ്റ് എടുക്കാൻ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ, ഇപ്പം ഈ 23rd 23rd 2 മണിക്കായിരിക്കും സ്ലോട്ട് ഓപ്പൺ ആവുക. അപ്പോൾ ആ സമയം തന്നെ നമ്മൾ ഈ പറഞ്ഞ നമുക്ക് കുറച്ച് ഡീറ്റെയിൽസ് നമ്മൾ എൻ്റർ ചെയ്തിട്ട് ഇന്ന മെയിലിലേക്ക്, അതായത് എംബസീൻ്റെ മെയിലിലേക്ക് നമ്മൾ അയക്കണം. ആ ഒരു ടൈമിൽ തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കണം. ഞാനിപ്പോൾ പറയുന്നത് നമ്മൾ തന്നെയാണ് ഡേറ്റ് എടുക്കുന്നത് എന്നുണ്ടെങ്കിലാണ്. എൻ്റെ ഡേറ്റ് ഞാൻ തന്നെയാണ് എടുത്തത്. ഞാൻ ഏജൻസി വഴിയല്ലായിരുന്നു. സോ അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾക്ക് നമ്മുടെ പാസ്പോർട്ട് നമ്പറും അങ്ങനെ കുറച്ച് ഡീറ്റെയിൽസ് ഉണ്ട്. ആ ഡീറ്റെയിൽസ് എല്ലാം വെച്ചിട്ട് നമ്മൾ എംബസിക്ക് മെയിൽ അയക്കണം ആ ടൈമിൽ. അത് ചിലപ്പോൾ പോകും, ചിലപ്പം പോയില്ലെന്നും വരാം. അപ്പം എനിക്കൊരു 2 തവണ കിട്ടിയില്ലായിരുന്നു. ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം എന്നായിരുന്നു കാണിച്ചത്. അപ്പോൾ അങ്ങനെ അടുത്ത മന്തിലും അതുപോലെ തന്നെ വീണ്ടും ട്രൈ ചെയ്യായിരുന്നു. അപ്പോൾ അത് ഭാഗ്യം പോലിരിക്കും, ചിലപ്പോൾ കിട്ടും, കിട്ടത്തില്ല എന്നല്ല, കിട്ടും. അപ്പം അങ്ങനെ ട്രൈ ചെയ്ത് അതിലൊരു സ്ലോട്ട് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വിതിൻ 1 വീക്ക് മെയിൽ തിരിച്ചു വരും. അതായത് നിങ്ങൾക്ക് ഇന്ന അപ്പോയിൻമെൻറ്റ് ഡേറ്റും ടൈമും കൂടെ ചേർത്തിട്ട് നമുക്ക് അവർ മെയിൽ അയക്കും. അപ്പോൾ മെയിൽ അയക്കുമ്പോഴത്തേനും ആ ദിവസം നമ്മൾ ഡൽഹിയിൽ ചെല്ലണം, ആ എംബസിയിൽ ചെല്ലണം. ചാണക്യപുരിയിലാണ് വരുന്നത്, ന്യൂ ഡൽഹിയിൽ. അപ്പോൾ നമുക്ക് കുറച്ച് ചെക്ക് ലിസ്റ്റും കാര്യങ്ങളുണ്ട്, അതെല്ലാം കയ്യിൽ ഉണ്ടാവണം. അതായത് ഇന്ന ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ പോകുന്ന സമയത്ത് ഉണ്ടാവണം. അത് ഒരു ഡോക്യുമെൻറ്റ്സും നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു മിസ്റ്റേക്കും വരാൻ പാടില്ല, എല്ലാം കൃത്യമായിട്ട് കയ്യിലുണ്ടാവണം. ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം. നമ്മളുടെ ആപ്ലിക്കേഷൻ ഫോം ഉണ്ട്, അവിടെ കൊടുക്കുക, എംബസിയിൽ സബ്മിറ്റ് ചെയ്യാനുള്ളത്. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ട്രാൻസ്ലേറ്റ് ചെയ്തതും ട്രാൻസ്ലേറ്റ് ചെയ്യാത്തതിൻ്റെയും എല്ലാത്തിൻ്റെയും ഈ 2 കോപ്പി വെച്ച് എടുത്തുകൊണ്ട് പോകണം. പിന്നെ നമുക്ക് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്. ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് നമ്മളുടെ ഷോമണി കാണിച്ചിട്ടുള്ള ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, അതിൻ്റെയും ട്രാൻസ്ലേറ്റഡ് വേർഷനും പിന്നെ അല്ലാതുള്ള നമ്മളുടെ ഒറിജിനൽ ഇംഗ്ലീഷ് വേർഷനും വേണം. പിന്നെ നമ്മളുടെ അറ്റസ്റ്റഡ് സർട്ടിഫിക്കറ്റ്സിൻ്റെ എല്ലാ കോപ്പിയും വേണം. പിന്നെ നമുക്ക് ആപ്ലിക്കേഷൻ ഫീസ് വേണം. ആപ്ലിക്കേഷൻ ഫീസിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അത് ഒരു 12,000, ഞാൻ പോയ സമയത്ത് എനിക്ക് തോന്നുന്നു 11,000 ആയിരുന്നു, 11,000 INR ആയിരുന്നു. ഇപ്പോൾ അത് 12,000 ആയെന്ന് തോന്നുന്നു. അപ്പം കറൻ്റ്ലി 12,000 ആണ്, ഐ ഗെസ്. അപ്പം ഇത്രയാണ് കാര്യങ്ങൾ. പിന്നെ നമുക്ക് ഒരു കാര്യം കൊണ്ട് വിട്ടുപോയി, പാസ്പോർട്ട് സൈസ് ഫോട്ടോയും കൂടി വേണം. പാസ്പോർട്ട് സൈസ് ഫോട്ടോൻ്റെ ബാക്കിൽ നമ്മൾ സൈൻ ചെയ്യണം എന്ന് തോന്നുന്നു, ഐ ഗെസ്. അപ്പോൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം. അതിൻ്റെ വിട്ടും അതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ അവരുടെ സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അതേ രീതിയിൽ തന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കണം. ബിക്കോസ് ഞാൻ പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ അല്ലാതെ എടുത്തുകൊണ്ട് പോയിട്ട് അവിടെ ചെന്നിട്ട് അവർ വേറെ എന്നോട് എടുക്കാൻ പറഞ്ഞു. അതുകൊണ്ട് അതേ വിട്ടും ബ്രെഡും ഒക്കെ അതേപോലെ തന്നെ നോക്കിയിട്ട് വേണം പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കാനായിട്ട്. അത് മറക്കാതെ ശ്രദ്ധിക്കുക. പിന്നെ ഇത്രയും കാര്യങ്ങളാണ് മെയിൻലി പറയാനുള്ളത്. അപ്പം ഇത്രയും കാര്യങ്ങൾ, പിന്നെ നമ്മളുടെ പാസ്പോർട്ടും.
അപ്പം ഇത്രയും കാര്യങ്ങളായിട്ട് നിങ്ങൾ ചെല്ലുക. അപ്പം അവിടെ ചെന്നതിന് ശേഷം നമുക്ക് ഫസ്റ്റ് ആ ടൈമിൽ പിന്നെ ഡൽഹിയിലേക്ക് പോകുന്നതിൻ്റെ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ വഹിക്കേണ്ടി വരും. എങ്ങനെയാണോ പോകുന്നത് അതനുസരിച്ചായിരിക്കും എക്സ്പെൻസും കാര്യങ്ങളും വരുന്നത്. അതിനുശേഷം പിന്നെ നമ്മൾ ഈ ഒരു ടൈമിൽ ഈ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളും നമ്മളുടെ ടൈം ആകുമ്പോൾ 8 മണിക്കാണ് നമുക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ 8 മണിക്ക് നമ്മൾ ഉള്ളിലേക്ക് വിളിക്കും. അപ്പോൾ നമ്മൾ ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം ആയിട്ട് കയറി ചെല്ലണം, എല്ലാത്തിൻ്റെയും 2 കോപ്പി വെച്ച്. അപ്പം അവരത് മേടിച്ചതിന് ശേഷം അവരെന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ചെയ്യും, പ്രൊസീജിയേഴ്സ് എല്ലാം ചെയ്തതിന് ശേഷം നമുക്കൊരു പേപ്പർ തരും. അതിനകത്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഞാൻ എക്കണോമിക്സ് ആൻഡ് മാനേജ്മെൻ്റ് ആണ് എടുത്തത്. അപ്പം എക്കണോമിക്സ് ആൻഡ് മാനേജ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു 3 ക്വസ്റ്റ്യൻസ് എനിക്ക് തന്നിരുന്നു. അപ്പം 3 ക്വസ്റ്റ്യൻസ് ഞാൻ ആ പേപ്പറിൽ ഒരു 20 മിനിറ്റ് സമയം തരും. ആ സമയത്തിൽ ഞാൻ എഴുതി അവർക്ക് തിരിച്ചു കൊടുക്കണം. അപ്പം അതിനുശേഷം നമ്മളടുത്ത് പുറത്ത് നിൽക്കാൻ പറയും. കുറച്ച് കഴിഞ്ഞാൽ നമ്മളെ അവർ ഉള്ളിലേക്ക് വിളിക്കും, ഒന്നും കൂടി വിളിക്കും സെക്കൻഡ് ടൈമിൽ നമ്മൾ എന്താ പറയുക, ഉള്ളിലേക്ക് വിളിച്ചതിന് ശേഷം അവർ എന്തിനാണ് വരുന്നത്, വന്നിട്ട് തിരിച്ചു പോകാനാണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ചോദിക്കും. എന്തിനാണ് അവർക്ക് ബോധ്യമാവണം ദാറ്റ് നമ്മൾ പഠിച്ചിട്ട് തിരിച്ച് നാട്ടിലേക്ക് വരാനാണെന്നുള്ളത്. അല്ലാതെ നമ്മൾ അവിടെ നിൽക്കുകയാണെന്നോ അല്ലെ അവിടെ നമുക്ക് പരിചയക്കാരുണ്ടെന്നോ അങ്ങനെയൊന്നും പറയരുത്. അങ്ങനെയൊന്നും പറയാനേ പാടില്ല. ബിക്കോസ് അങ്ങനെ പറഞ്ഞാൽ അപ്പം തന്നെ റിജക്ഷൻ അടിച്ച് പൊക്കോളാൻ പറയത്തുള്ളൂ. സോ നിങ്ങൾ പോയിട്ട് പഠിച്ചിട്ട് തിരിച്ച് വരാനാണെന്നുള്ള പ്രൂവ് ചെയ്യണം അവരെ. അതാണ് മെയിൻലി ബേസിക്കലി ഇൻ്റർവ്യൂവിന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പിന്നെ ചോദിക്കുന്നത് നമ്മളെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ, നമ്മളെപ്പറ്റി ഇൻട്രൊഡക്ഷൻ കൊടുക്കാനും, ഏത് സബ്ജക്ട്സാണ് എടുക്കുന്നതെന്നും ഏത് കോഴ്സാണ് എടുക്കുന്നതെന്നും ഏത് സബ്ജക്റ്റാണ് അതിനകത്തുള്ളതെന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് ബേസിക് ആയിട്ടുള്ള നമ്മൾ പഠിക്കുന്ന കോഴ്സിനെ പറ്റിയിട്ടൊരു ബേസിക് ആയിട്ടുള്ളൊരു നോളജ് നമുക്ക് ഉണ്ടാവണം. അതിനുശേഷം അതെല്ലാം കഴിഞ്ഞാൽ നമ്മളെ തിരിച്ചുവിടും. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 26 മുതൽ 30 വയസ്സ്, 26-ന് മുകളിൽ പ്രായമുള്ള ആൾക്കാർക്കൊക്കെ ഒരു നോർമലി 2 to maybe 1 to 3 hours വരെ ഇൻ്റർവ്യൂ ഉണ്ടാവും. കുറേ ക്വസ്റ്റ്യൻ ചോദിക്കും, അതിന് പ്രിപ്പയർഡ് ആയി പോകണം. പിന്നെ അതിന് താഴെയാണ് ഏജ് എന്നുണ്ടെങ്കിൽ അധികം ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഒരു വിതിൻ 30 minutes എല്ലാം കഴിയും. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ബേസിക്കലി നമ്മുടെ എക്സ്പെൻസ്, ഇതുവരെയുള്ള എക്സ്പെൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു 12,000, 11,000, 12,000 INR. അതുകൂടാതെ പിന്നെ നമ്മൾ ഈ ട്രാൻസ്ലേഷന് വേണ്ടിയിട്ട് ഈ PCCയും കാര്യങ്ങളൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എക്സ്പെൻസും പിന്നെ അറ്റസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതും, അതൊന്നും എല്ലാം ഒരു 10,000-നുള്ളിൽ തന്നെ നിൽക്കും. പിന്നെ ഈ ആപ്ലിക്കേഷൻ്റെ ഒരു 20,000, 30,000-നുള്ളിൽ തന്നെ എന്താണേലും നിങ്ങൾക്ക് ഇതുവരെയുള്ള പരിപാടികളൊക്കെ നിൽക്കും. അതിനുശേഷം പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ വിസാൻ്റെ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്, ഇത് കഴിഞ്ഞാൽ നമുക്ക് ഒരു സ്ലിപ്പ് തരും അവർ. ഈ സ്ലിപ്പിൻ്റെ അകത്ത് നമുക്ക് ട്രാക്കിംഗ് ഐഡിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമ്മളുടെ വിസ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ടുള്ള. അപ്പോൾ അത് തന്നു കഴിഞ്ഞാൽ നമുക്ക് 30 to 90 ഡേയ്സിനുള്ളിൽ തന്നെ നമുക്ക് അതിൻ്റെ റിസൾട്ട് അറിയാനായിട്ട് സാധിക്കും. അപ്പം എനിക്ക് എൻ്റെ വിസ വന്നതെന്ന് പറഞ്ഞാൽ 33 ദിവസമായപ്പോൾ 33ാമത്തെ ദിവസമാണ് എനിക്ക് വിസ അപ്രൂവ്ഡ് ആണെന്നും പറഞ്ഞിട്ട് എനിക്ക് മെയിൽ വന്നത്. അപ്പോൾ ഞാൻ ആക്ച്വലി ശരിക്കും ഭയങ്കര ഹാപ്പി ആയിരുന്നടാ, എനിക്കറിയത്തില്ല, നല്ല ഹാപ്പി ആയിരുന്നു. എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഒത്തിരി കാത്തിരുന്ന് നമ്മൾ ഒരുപാട് അതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്ത് കിട്ടുന്നില്ലല്ലോ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ആ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ അടിച്ച് അവസാനം നമ്മൾക്ക് അപ്രൂവ്ഡ് അല്ലെങ്കിൽ കൺഗ്രാജുലേഷൻസ് യുവർ വിസ ഗോട്ട് അപ്രൂവ്ഡ് എന്ന് പറഞ്ഞൊരു മെയിൽ വരുമ്പം ശരിക്കും പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ് അത്. അങ്ങനെ അത് കിട്ടി. അതിനുശേഷം നമുക്ക് പിന്നെ എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ പാസ്പോർട്ട് നമ്മൾ സ്റ്റാമ്പ് ചെയ്യാനായിട്ട് അയക്കണം. ഒന്നെങ്കിൽ പോസ്റ്റൽ വഴി അയക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഫ്രണ്ട് ത്രൂവോ അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പോയി അയക്കാം. അപ്പോൾ അതിനുശേഷം നമ്മൾക്ക് ഇപ്പോൾ രാവിലെ കൊടുത്തു കഴിഞ്ഞാൽ വൈകിട്ടാകുമ്പോഴത്തേനും നമുക്ക് അവർ വിസ സ്റ്റാമ്പ് ചെയ്ത് നമുക്ക് തരും. അപ്പോൾ ഇതാണ് എൻ്റെ വിസ സ്റ്റാമ്പ് ചെയ്ത് തന്നത്. ഇതാണ് എൻ്റെ ചെക്ക് വിസ. അപ്പം ഇതിന് ശേഷം അതെല്ലാം കഴിഞ്ഞ് നമുക്ക് തിരിച്ചു പോകാൻ പറ്റും. ആ സമയം നമുക്ക് നമ്മളുടെ ഇൻഷുറൻസ് എടുക്കണം. ചെക്ക് ഇൻഷുറൻസ് എടുത്തതിൻ്റെ കോപ്പിയും നമ്മൾ അവിടെ സബ്മിറ്റ് ചെയ്യണം ആ ടൈമിൽ, ഇൻഷുറൻസിൻ്റെ ഒരു കോപ്പിയും. അപ്പം ഇൻഷുറൻസിന് എന്താണെങ്കിലും ഒരു 50,000 INR-ൻ്റെ ഉള്ളിലും ഒക്കെ നമുക്ക് ഇൻഷുറൻസ് കിട്ടും ഇവിടെ. അപ്പം അതത്രേ ഉള്ളൂ നമുക്ക് ഇതുവരെയുള്ള എക്സ്പെൻസ് എന്ന് പറയാനായിട്ട്. പിന്നെ
വരുന്നതെന്ന് പറഞ്ഞാൽ ഫ്ലൈറ്റിൻ്റെ നമുക്ക് വിസ വരുമ്പോഴത്തേനും നമുക്ക് ഇന്ന ദിവസം തൊട്ട് ഇന്ന ദിവസം വരെയാണ് നിങ്ങൾക്ക് അവിടെ കയറി പോകാൻ പറ്റുക എന്നുള്ളതും നിങ്ങൾക്ക് എപ്പോൾ തൊട്ടാണ് കയറി പോകാൻ പറ്റുക എന്നുള്ളതും ചിലപ്പോൾ ഒരു വർഷത്തെ വിസ ആയിരിക്കും. എനിക്ക് 1 ഇയർ വിസ ആയിരുന്നു കിട്ടിയിരുന്നത്. അപ്പം ആ 1 ഇയറിനുള്ളിൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ചെക്കിലോട്ട് കയറി പോകാൻ പറ്റും. അപ്പം എനിക്ക് ഫെബ്രുവരി തൊട്ട് ഈ ഫെബ്രുവരി വരെയായിരുന്നു വിസ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ കയറിപ്പോയത് അങ്ങനെയാണ്. അപ്പം പിന്നെ ഞാൻ ഫ്ലൈറ്റ് ടിക്കറ്റും കാര്യങ്ങളൊക്കെ അതനുസരിച്ച് എടുത്തു, എൻ്റെ ക്ലാസ് തുടങ്ങുന്നതനുസരിച്ച്. അപ്പം ഫ്ലൈറ്റ് ടിക്കറ്റിന് അറൗണ്ട് 60,000 40,000. അപ്പം ഇറ്റ് ഡിപ്പെൻസ് ആണ് നിങ്ങൾ എങ്ങനെയാണ് ഫ്ലൈറ്റ് എടുക്കുന്നതെന്നനുസരിച്ച് ഓരോ ഫ്ലൈറ്റിൻ്റെ ഞാൻ ഫ്ലൈ ദുബായ് ആണ് എടുത്തത്. ഫ്ലൈ ദുബായ് നല്ലൊരു സർവീസ് ആയിരുന്നു ആക്ച്വലി. പക്ഷേ ദുബായിലൊരു 11 hour ലേ ഓവർ ഉണ്ടായിരുന്നു എനിക്ക് കൊച്ചിയിൽ നിന്ന്, ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന്. അപ്പോൾ അവിടുന്ന് നേരെ പ്രാഗിലേക്കായിരുന്നു. പിന്നെ പ്രാഗിൽ നിന്ന് അവിടുന്ന് ഒരു 3 to 4 hours ആയിരുന്നു എൻ്റെ യൂണിവേഴ്സിറ്റിയിലേക്ക് ട്രാവൽ ഉണ്ടായിരുന്നത്. അപ്പം ഇതൊക്കെയാണ് നമ്മളുടെ ഓവറോൾ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ. എന്താണെങ്കിലും ഒരു കൂടിപ്പോയാലൊരു ഇൻഷുറൻസും ഫ്ലൈറ്റ് ടിക്കറ്റും അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതും പിന്നെ അറ്റസ്റ്റ് ചെയ്യാനും പിന്നെ വരുന്ന നമ്മളുടെ ആദ്യത്തെ ഈ പറഞ്ഞ ബാങ്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനും. അപ്പോൾ ഇതിനെല്ലാം കൂടെ ഇതിന് വേണ്ടിയിട്ടാണ് മെയിൻലി നമുക്ക് പൈസ ചിലവുണ്ടാവുക. പിന്നെ നമുക്ക് ഫീസും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടാണെങ്കിലും 1 വർഷത്തിനുള്ളിൽ അടച്ചാൽ മതി ഈ ഒരു 2.5 ലക്ഷം രൂപ, അതായത് 2,500 euros. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ നമ്മളുടെ ഇവിടെ മണി വാല്യൂ എന്ന് പറയുന്നത് ഒരു KC എന്ന് പറഞ്ഞാൽ 4.39 INR ആണ് കറണ്ട് മണി വാല്യൂ. അപ്പം അതൊക്കെയാണ് ഓവറോൾ ഇവിടെ വരാനുള്ള എക്സ്പെൻസും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നിങ്ങളോട് മെയിൻലി പറയാനുണ്ടായിരുന്നത്. അപ്പം ഇതൊക്കെ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് കരുതുന്നു. മറന്നു പോയിരിക്കാനായിട്ട് ഞാൻ എല്ലാം എഴുതി വെച്ചിരിക്കുകയായിരുന്നതാ. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപകാരപ്പെടണമല്ലോ. അപ്പോൾ അത്രേ ഉള്ളൂ. ഇതാണ് എൻ്റെ എക്സ്പീരിയൻസ്. പിന്നെ അതിനുശേഷം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ 1 വർഷത്തെ എൻ്റെ ഈ ഒരു വിസ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാനിവിടെ വന്നിട്ട് പിന്നെ TRC കാർഡിന് അപ്ലൈ ചെയ്തു, ടെമ്പററി റെസിഡൻറ്റ് കാർഡിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തു. അപ്പം അത് എനിക്ക് ഇതാണ് കണ്ടോ, നമുക്ക് പാസ്പോർട്ട് ക്യാരി ചെയ്തുകൊണ്ട് നടക്കേണ്ട, നമുക്ക് ഈ TRC കാർഡ് കാണിച്ചാൽ മതി. അപ്പം ഇതൊക്കെയാണ് മെയിൻലി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പം എന്താണെന്നുണ്ടെങ്കിലും എനിക്ക് മെസ്സേജ് അയയ്ക്കുക, കമൻറ്റിൽ ഇടുക, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പം നല്ല റെസ്പോൺസ് ഉള്ളതുകൊണ്ടാണ് ഞാനിങ്ങനെ രണ്ടാമതൊരു വീഡിയോ ഇട്ടതും ഈ ഒരു കാര്യങ്ങളെ പറ്റിയിട്ടും എല്ലാം. അപ്പം ഇനിയിപ്പം എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ ഇതുപോലെ തന്നെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. സോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഹിറ്റ് ദ ബെൽ ഐക്കൺ. അപ്പം അത്രേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. സോ സീ യു ഗൈസ്, ബൈ.